ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വ്ളോഗ് ഡേ 3 ഓഫ് ഹൈദരാബാദ് ട്രിപ്പാണ്. ആൻഡ് ദിസ് വിൽ ബി ദ ഫൈനൽ പാർട്ട് ഓഫ് അവർ ഹൈദരാബാദ് ട്രിപ്പ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഹൈദരാബാദിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ്, രാമോജി ഫിലിം സിറ്റി. It is very proud to say that our film city is recognized as the largest film city by Guinness World Records. ഹൈദരാബാദ് സിറ്റിന്ന് ഔട്ട്സ്കേർട്സിലായിട്ട് ഏകദേശം 1600 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ രാമോജി ഫിലിം സിറ്റി. അങ്ങനെ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റി എത്തി. ഞങ്ങൾ പോയ ദിവസം ഒരു വിൻ്റർ ഫെസ്റ്റ് അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ നോർമൽ ടിക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു. ഞങ്ങൾക്ക് അന്നായത് 1700 ഒരാൾക്ക്. ഫിലിം സിറ്റി മൊത്തം കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ബസ് അവൈലബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ടിക്കറ്റ് പ്രൈസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇൻ ടോട്ടൽ നമുക്ക് 7 ഏരിയാസാണ് കവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ബസ് പിക്ക് ചെയ്താൽ പിന്നെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. പിന്നെ അവിടെ നിന്ന് നമുക്ക് സൈറ്റ് സീ ചെയ്യാം. പിന്നെ നമുക്ക് അവിടുന്ന് നെക്സ്റ്റ് ബസ് പിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ ഫിലിം സിറ്റി കവർ ചെയ്യാൻ കൺവീനിയൻ്റ് ആണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തി. അവിടെ 3 കാര്യമാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഒന്ന് ആക്ഷൻ തിയേറ്റർ, ഫിലിമി ദുനിയ, സ്പേസ് യാത്ര. ആക്ഷൻ തിയേറ്ററിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതലും കാണിക്കുന്നത്, ഫിലിമി ടെക്നിക്സ്. അത് പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഫിലിമി ദുനിയാണ്. ഇതൊരു യാത്രയാണ്. നിങ്ങൾ ആ ഒരു യാത്ര ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ വീഡിയോ ഒരു എലാബറേറ്റ് വേർഷനാണ്. ജസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് എൻജോയ്. പേര് പറഞ്ഞ പോലെ തന്നെ ഒരു ദുനിയ തന്നെയാണ് ഫിലിം വേൾഡ്. ഫിലിമി ദുനിയയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് സ്പേസ് യാത്രയ്ക്കാണ്. സ്പേസ് യാത്ര പേര് പറയുന്ന പോലെ തന്നെ ഡൈവിങ് ഇൻ ടു ദ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് എ 4D റൈഡാണ്. അവിടുന്ന് പിന്നെ മെല്ലെ യുറേക്ക പറഞ്ഞ സ്പേസ് ഉണ്ട്, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഹോട്ടൽസൊക്കെ കിട്ടുക. അപ്പോൾ ഞങ്ങളവിടെ പോയി ബിരിയാണി ഓർഡർ ചെയ്ത് മീൽസും പ്രൊവൈഡ് ചെയ്യും. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ ഫുഡ് നന്നായിരുന്നു. ഫുഡ് താഴെ പോയി വാങ്ങുക, ഭക്ഷണം കഴിക്കുക, ഹോട്ടലിൽ പോയി വരിക എന്നുള്ളതും പോസിബിൾ അല്ല. പിന്നെ രാമോജീൻ്റെ മെയിൻ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് ഫുഡ് കിട്ടുന്നത്. പിന്നെയുള്ള ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടേ നമുക്ക് താഴെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാരും അവിടുന്ന് ഭക്ഷണം എത്ര റേറ്റ് ആണെങ്കിലും കഴിച്ചിട്ടേ പിന്നെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയ സമയം തന്നെ ഏകദേശം ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അന്ന് ബിരിയാണിയാണ് കഴിച്ചത്. ഏകദേശം 500 അടുത്ത് തന്നെ പ്രൈസ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ഓരോ പോയിന്റിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഓരോ മൂവീസിൽ കാണുന്ന ഓരോ ഡെസ്റ്റിനേഷൻസും സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് എൻജോയ്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ സെറ്റപ്പാണ് ഇനി നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൊറിയോഗ്രാഫർ വിൽ ബി റെഡി ടു പെർഫോം എനി സോങ് ആസ് അവർ വിഷ് ആൻഡ് വി ക്യാൻ പെർഫോം വിത്ത് ദം. ആർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. കോമ്പറ്റീഷൻ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഞാനും ഹരിയും മൃദുലും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് വാച്ച് ഇറ്റ്. പിന്നെ പോയത് ഏറ്റവും മെയിനായിട്ടുള്ള സ്പോട്ടിലേക്കാണ്, നമ്മളെ ബാഹുബലിൻ്റെ സെറ്റിലേക്ക്.
ആ ഒരു മൂവി കണ്ട ഫീലോടെയാണ് ഞങ്ങൾ ആ ബാഹുബലി സെറ്റിലേക്ക് കയറിപ്പോയത്. എന്ത് രസമായിട്ടാണ് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, എന്ത് ഡീറ്റെയിലിങ്ങിലാണ് ആ സെറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ്സ് റിയലി മാജിക്കൽ, ഒന്നും പറയാനില്ല. മൊത്തം ഡെസ്റ്റിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ബാഹുബലി സെറ്റ്. ഈ ഒരു ഡെസ്റ്റിനേഷനിൽ ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് സാഹസ് അഡ്വഞ്ചർ പാർക്ക്. രാമോജി ഫിലിം സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫൺ ആക്ടിവിറ്റീസ് അല്ല, അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. 4 ഫ്രീ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടിക്കറ്റ്സ്. അതർ ദാൻ ദാറ്റ് നമുക്കൊരു 5-6 ടൈപ്പ് അഡ്വഞ്ചർ വേറെ ആക്ടിവിറ്റീസ് നമുക്ക് ട്രൈ ചെയ്യാം. അതായത് സിപ്പ് ലൈന്, നെറ്റ് കോഴ്സ്, ഹൈ റോപ്പ്, അങ്ങനെ പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും 2 എണ്ണം പേ ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. 2 ആക്ടിവിറ്റീസ് എക്സ്ട്രാ ചെയ്യണമെങ്കിൽ നമുക്ക് 500 റുപ്പീസ് പേ ചെയ്യണം. ഞാൻ ചെയ്തത് സിപ്പ് ലൈനും നെറ്റ് കോഴ്സുമാണ്. പിന്നെയുള്ള ഒരു അടിപൊളി അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് ATV. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 2 വണ്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. സെപ്പറേറ്റ് തന്നെ പേയ്മെൻറ്റാണ്. ഞങ്ങൾ പോയ ദിവസം വലിയ റഷ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഇരുടായി തുടങ്ങി. പിന്നെ ഞങ്ങൾ പോയത് യൂറോപ്യൻ ടൗൺ അല്ലെങ്കിൽ യൂറോപ്യൻ സ്ട്രീറ്റിലേക്കാണ്. നല്ല ലൈറ്റഡ് ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. മോർണിംഗ് കാണുന്നതിനെക്കാട്ടി അട്രാക്റ്റീവാണ് തോന്നുന്നു രാത്രി കാണുന്നത്. യൂറോപ്യൻ സ്ട്രീറ്റ് അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാത്രി ആയത് നന്നായി. നെക്സ്റ്റ് വരുന്നത് മോഷൻ പിക്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേഷനാണ്. നമ്മൾ അവതാറിലൊക്കെ എങ്ങനെയാണ് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ. അടുത്തതായിട്ട് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. മൂവിയിൽ എങ്ങനെയാണ് CGI ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു ഡെമോൺസ്ട്രേഷൻ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ടെക്നോളജിക്കലി എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് മനസ്സിലാവുന്നത്. മൂവി നമ്മൾ ജയിലും റെയിൽവേ സ്റ്റേഷനും ശേഷം നമ്മൾ എയർപോർട്ട് ഇതാ കാണുകയാണ്. ഏകദേശം 7:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം എല്ലാ സ്പോട്ടുകളും കവർ ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ച് യുറേക്ക സ്പോട്ടിലേക്ക് തന്നെ വരികയാണ്. അവിടെയാണ് ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നടക്കുന്ന ഒരു സ്പേസ്. രാത്രി ഫിലിം സിറ്റീൻ്റെ ഉള്ളിലൂടെ ഉള്ള യാത്ര നല്ല രസമാണ്. നല്ല ലൈറ്റഡായി, നല്ല ഡെക്കറേറ്റഡായി. നമ്മൾ ഈ മോർണിംഗ് കാണുന്നതിനെക്കാട്ടി ഭംഗിയാണ് നൈറ്റ് വിഷ്വൽസ്. ഈ പ്ലേ ചെയ്യുന്ന വിഷ്വൽ അന്ന് രാത്രി അവിടെ നടന്ന പരേഡിൻ്റെ വിഷ്വൽസാണ്. ഇതെന്നും അവിടെ നടക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ യുറേക്ക സ്പോട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. ഭയങ്കര ക്രൗഡഡാണ്. നമ്മൾ മോർണിംഗ് കാണുന്ന പോലെയല്ല, നൈറ്റ് കുറച്ചുകൂടെ ക്രൗഡഡാണ്. പിന്നെ DJ നടക്കുന്നുണ്ടാവും ഒരു ഏരിയയിൽ, പിന്നെ ഒരു ഏരിയയിൽ പരേഡ് നടക്കുന്നുണ്ടാവും, ഒരു ഏരിയയിൽ സ്റ്റേജ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് ഗെയിം കോർണേഴ്സും ഉണ്ട്, റൈഡ്സും ഉണ്ട്. ഗെയിം കോർണേഴ്സ് നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് കളിക്കാം. ഫൺ റൈഡ്സൊക്കെ നമുക്ക് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരുവിധം ഫൺ റൈഡ്സും ഗെയിം സെക്ഷൻസൊക്കെ ഞങ്ങൾ പങ്കെടുത്ത ശേഷം DJൻ്റെ പാട്ടായി. DJ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്നാണ് ശരിക്കുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ അച്ഛന് ഈ ഡാൻസും പാട്ടൊക്കെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് ഞങ്ങൾ അന്നാണ് തിരിച്ചറിഞ്ഞത്. അമ്മ പിന്നെ അങ്ങനെ കുറച്ച് ഇറങ്ങാൻ മടിയാണെങ്കിലും അച്ഛൻ ഞങ്ങൾ ഒറ്റ വിളിയിൽ വിളിച്ചപ്പോൾ തന്നെ ആളിറങ്ങി. പിന്നെ ഞങ്ങളൊരു ആട്ടം തന്നെയായിരുന്നു. ദിസ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ഇൻ ദിസ് എൻ്റയർ ട്രിപ്പ്. അവിടെയുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ഫൺ സെക്ഷൻസും ഗെയിം സെക്ഷൻസും സൈറ്റ് സീയിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിനോട് ടാറ്റ പറയാണ്. ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഡെസ്റ്റിനേഷനായിട്ടാണ് ഫിലിം സിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിന്നർ കഴിക്കാൻ പിസ്ത ഹൗസിലാണ് പോയത്. നല്ല ഫുഡായിരുന്നു. പിന്നെ നേരെ റൂമിലേക്ക്. പിന്നെയുള്ള വ്ളോഗ് അടുത്ത ദിവസത്തെയാണ്. ഹൈദരാബാദിൽ നിന്ന് നേരെ ഞങ്ങൾ ബാംഗ്ലൂരേക്കാണ്. ഞങ്ങൾ ഒന്ന് വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്നുള്ള ഒറ്റ ഡിസിഷനിലാണ് ഞങ്ങൾ ഇങ്ങനെ ബാംഗ്ലൂർ ത്രൂ വരാമെന്ന് വിചാരിച്ചത്. ഞാനും ഹരി ഇതിൻ്റെ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് അച്ഛനൊക്കെ ഒന്ന് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. ട്രാവൽ വൈസ് എല്ലാവർക്കും നല്ല കംഫർട്ടും ഹാപ്പി ആയിരുന്നു. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രീതിയിലല്ല, പക്ഷേ ഓക്കെയാണ്. വന്ദേ ഭാരതിനെ ഒന്ന് റേറ്റ്. വന്ദേ ഭാരത് അടിപൊളി ട്രെയിനാണ്. നല്ല യാത്ര, അങ്ങോട്ടൊക്കെ നല്ല അടിപൊളിയാണ്. തണുപ്പ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ ഭക്ഷണം വേണ്ടത്ര ഒരു ഇതായിരിക്കും. താങ്കൾക്ക് എന്തേ പറയാണ്ടോ? നല്ല യാത്രയാണ്. എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് ഇഷ്ടമായി, രാവിലത്തെ ഫുഡ് ഇഷ്ടമായി. പറയാനുള്ളത് നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സൗകര്യം, കൺവീനിയൻ്റ് ആണ്. പിന്നെ കുറച്ച്
ഭക്ഷണം കാര്യങ്ങൾ നമ്മുടെ ടേസ്റ്റിനല്ല, എന്നാലും ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ യശ്വന്ത്പൂർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ ശേഷം മൂന്നാർ ബസ് കയറി കോഴിക്കോട് എത്തി അന്ന് തന്നെ. സോ ഇതായിരുന്നു ഞങ്ങളെ 3 ഡേ ഹൈദരാബാദ് ട്രിപ്പ്. ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.